ഓം കേതവേ നമഃ. പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മം ഘോരം തം കേതും പ്രണമാമ്യഹം. പലാശപുഷ്പം പോലെ പ്രകാശിക്കുന്ന, നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന, കർമ്മഫലങ്ങളുടെ ദാതാവായ കേതുവിനെ ഞാൻ നമിക്കുന്നു. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേതു മകം നക്ഷത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേതുവിന്റെ സ്വന്തം നക്ഷത്രമാണ് മകം. കേതു ശക്തിമാനായിരിക്കുകയാണ്. കേതു മകം നക്ഷത്രത്തിൽ കടന്നതിന്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിൽ കേതുവിന്റെ ഫലങ്ങൾ ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന രാശിക്കാരെയാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ഇന്ന് കേതു മകൻ നക്ഷത്രത്തിലേക്ക് കടക്കുന്നത് മൂലം മറ്റ് രാശിക്കാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ലഭിക്കുന്ന ഫലത്തെയാണ് നാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. കേതു ഒരു നിഴൽ ഗ്രഹം മാത്രമല്ല, ജീവിതത്തിലെ അഹങ്കാരം തകർക്കുന്ന ഗുരു കൂടിയാണ്. വൈരാഗ്യം പഠിപ്പിക്കുന്ന ആത്മീയമായ മാർഗദർശിയാണ്. കഴിഞ്ഞ മാർച്ച് 29 കേതു മകൻ നക്ഷത്രത്തിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. അത് കേതുവിന്റെ സ്വന്തം നക്ഷത്രമായ മകത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം വളരെ ശക്തമാണ്. വിരൽ പിടിയിൽ പെടാത്ത വഴികൾ തുറക്കുന്നവൻ കേതു. വസ്തുവിനേക്കാൾ ആത്മാവിനെ ഉയർത്തുന്നവൻ കേതു. നമുക്ക് എന്താണ് കേതുവിന്റെ ഈ നക്ഷത്രമാറ്റത്തിന്റെ അർത്ഥം എന്ന് പരിശോധിക്കാം. ഈ കാലയളവിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കുറയും. ആത്മീയ ചിന്തകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഏകാന്തത മനുഷ്യർ ഇഷ്ടപ്പെടും. ജീവിതത്തിലെ യഥാർത്ഥ അർത്ഥതലങ്ങൾ മനസ്സിലാകും. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് അമൃതത്തിലേക്കും ഇതാണ് കേതു നമ്മെ നയിക്കുന്നത്. ഇനി കേതുവിന്റെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കാർക്കും ചെയ്യുന്ന ഗുണഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരെ പരിചയപ്പെടാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടൻ രാശി അഥവാ ഏരീസ്. വലിയതെന്ന് കരുതിയ ഞാൻ ഇപ്പോൾ ശാന്തതയുടെ വഴിയിലേക്കാണ്. മേടൻ രാശിക്കാരെ പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ലഭിക്കുന്ന ഫലത്തെ പറയാം. അഹങ്കാരങ്ങളൊക്കെ മേടൻ രാശിക്കാർക്ക് വിട്ടുമാറും. ബന്ധങ്ങളിലൊക്കെ സ്നേഹം വർദ്ധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ പറയാം. ഇടവം അഥവാ ടോറസ്. ഇടവൻ രാശിയിൽപ്പെടുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നതാണ്. പഴയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മിഥുനൻ രാശി അഥവാ ജെമിനി. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ആത്മീയതയിലേക്ക് വലിയ തിരിഞ്ഞുനോട്ടമുണ്ടാകും. തീർത്ഥാടന യാത്രയൊക്കെ പോകാൻ മനസ്സ് വെമ്പും. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതാണ്. ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരെ കുറിച്ച് പറയാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിയിലേക്കാണ് കേതു സംക്രമിക്കുന്നത്. ചിങ്ങൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള മകൻ നക്ഷത്രം കേതുവിന്റെ സ്വന്തം നക്ഷത്രം. അതിലേക്കാണ് കേതു സംക്രമിച്ചിരിക്കുന്നത്. സൂര്യപ്രഭയിൽ തെളിയുന്ന ജീവിതം, കർമ്മഫലങ്ങൾ തുറന്നിടുന്ന സമയം. ഏറ്റവും വലിയ മാറ്റം അനുഭവത്തിൽ വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. നേതൃത്വ പദവികളൊക്കെ ലഭിക്കുന്നതാണ്. നേതൃത്വ കഴിവുകളൊക്കെ ഉയരുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം വർദ്ധിക്കുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു മാറ്റവും ഉയർച്ചയും പ്രകടമാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കേതുവിന്റെ നക്ഷത്രമാറ്റത്തെ കുറിച്ചുള്ള ഫലം പറയാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നി അഥവാ വിർഗോ. ഇവരെ സംബന്ധിച്ച് യോഗ, ധ്യാനം എന്നിവ താല്പര്യമുണ്ടാകുന്ന സമയമാണ്. മനഃശാന്തി പൊതുവെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാ രാശി അഥവാ ലിബ്ര. ജോലി മാറ്റം ഉണ്ടാകുന്നതാണ് ഇവർക്ക്. പുതിയ ആളുകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഇനി വൃശ്ചികക്കൂറുകാരുടെ ഫലത്തെ പറയാം. വൃശ്യം അഥവാ സ്കോർപിയോ. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം,
അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിൽ ഉയർച്ച, കരിയർ സംബന്ധമായ നേട്ടങ്ങൾ, പുതിയ അധികാരങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ കേതുവിന്റെ രാശിമാറ്റ ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലി എന്നീ നക്ഷത്രങ്ങളാണ്. ധനു അഥവാ സാഗിറ്റേറിയസ്. ധനുക്കൂറുകാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. നേതൃത്വം തെളിഞ്ഞു വരുന്നതാണ്. നേതൃസ്ഥാനത്തിലേക്ക് എത്താനുള്ള യോഗങ്ങൾ ഉണ്ടാകും. ഇനി മകരക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മകരൻ രാശി അഥവാ കാപ്രിക്കോൺ. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ക്ഷമയുടെ ഒരു പരീക്ഷണ കാലഘട്ടമാണ്. ആത്മബലം വളർത്തേണ്ടതായിട്ടുണ്ട്. ഇനി കുംഭക്കൂറുകാരുടെ കേതുവിന്റെ നക്ഷത്ര മാറ്റത്തെ പറയാം. കുംഭം രാശി അഥവാ അക്വേറിയസ്. അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത്. ബന്ധങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ലഭിക്കും. ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കേതുവിന്റെ നക്ഷത്ര മാറ്റത്തെ പരിചയപ്പെടാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനൻ രാശി അഥവാ പിസസ്. മീനൻ രാശിക്കാർക്ക് ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആവശ്യമാണ്. ആത്മീയ വഴികൾ തേടി പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മനഃശാന്തി ലഭിക്കുന്ന കാലഘട്ടമാണ്. സ്വയം വളർച്ചയും ഉണ്ടാകുന്നതാണ്. നമുക്ക് ഈ കേതുവിന്റെ നക്ഷത്രമാറ്റത്തെ മീനക്കൂറുകാർക്ക് ഉള്ള ഫലത്തെ ചുരുക്കത്തിൽ നിന്ന് പറയാം. അകത്തുള്ള സമാധാനം കണ്ടെത്തുന്നവർ ലോകത്തെ ജയിക്കുന്നവരാണ്. ഇത് പൊതുവെ എല്ലാ രാശിക്കാർക്കും വേണ്ടി നമുക്ക് ഈ പദം ഉപയോഗിക്കാം. കേതു നമ്മോട് പറയുന്ന ആത്മീയ സന്ദേശം കൂടി നമുക്ക് പറഞ്ഞു പോകാം. വസ്തുക്കളും, അതായത് ഭൗതികത ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ആത്മാവ് നിത്യമാണ്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്സ്യ ഭജത്വമാം. ഈ ലോകം നിത്യമല്ല, സുഖത്തിന്റെ ഉറവിടവുമല്ല. അതിനാൽ ദൈവത്തിലേക്ക് തിരിയുക. ഈ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകണമെന്നില്ല. പക്ഷേ പതുക്കെ പതുക്കെ കാലക്രമേണ നിങ്ങളുടെ ജീവിതവും ചിന്തയും മാറി മറിയും. കേതുവിന്റെ വഴി, അത് ശൂന്യത്തിൽ നിന്ന് പൂർണ്ണതയിലേക്ക്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.